ഇഡലിയും സാമ്പാറിനും ഗോവയിൽ എന്ത് കാര്യം? ചോദിക്കുന്നത് മറ്റാരുമല്ല, BJPയുടെ മുതിർന്ന നേതാവും MLAയുമായ മൈക്കൽ ലോബോയാണ്. ഗോവൻ ടൂറിസം തകർന്നെടുക്കുകയാണെന്നും വിദേശ സഞ്ചാരികളൊന്നും പണ്ടത്തെ പോലെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലെന്നുമാണ് MLAയുടെ പരാതി. അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണമാണ് ഇഡലിയും സാമ്പാറും. മനോഹരമായ ഗോവൻ ബീച്ചുകളിൽ കറങ്ങി നടക്കുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഇവിടുത്തെ ഇഡലിയും സാമ്പാറും കഴിക്കാൻ വരുന്നതല്ലെന്നാണ് BJP നേതാവിന്റെ വാദം. സീ ഫുഡും തദ്ദേശീയ വിഭവങ്ങളും കോണ്ടിനെന്റൽ വിഭവങ്ങളും എല്ലാമാണ് ബീച്ചിൽ വിളമ്പേണ്ടത്. അവിടെ ഇഡലിയും സാമ്പാറും വിൽക്കുന്നവർ ഗോവയുടെ പേരും പെരുമയുമാണ് നശിപ്പിക്കുന്നതെന്നും ആക്ഷേപിക്കുന്നുണ്ട് ലോബോ. ലോബോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബംഗളൂരുകാർ ഇവിടെ വന്ന് വടാപാവും ഇഡലിയും സാമ്പാറും ഒക്കെ വിൽക്കുകയാണ്. ഗോവൻ ബീച്ചുകളിലെ കടകളിൽ നമ്മളും ഇഡലിയും സാമ്പാറും വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നിങ്ങൾ നൽകുന്നത്? ബീച്ചിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇഡലിയും സാമ്പാറും ആണെന്നാണോ? ഇതിലൂടെ എന്ത് തരം ടൂറിസമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ഗോവയിൽ ടൂറിസം തകരുകയാണെന്ന് വലിയ കരച്ചിലാണ് എല്ലായിടത്തും. എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വവുമുണ്ട്. തീരപ്രദേശമാണത്. തെക്കും വടക്കുമെല്ലാം ടൂറിസം വലിയ തകർച്ചയിലാണ്. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. വർഷങ്ങളായി ഗോവയിൽ വരുന്ന വിദേശ സഞ്ചാരികളുണ്ട്. അവർ ഇപ്പോഴും വരുന്നുമുണ്ട്. എന്നാൽ പുതിയ ടൂറിസ്റ്റുകൾ മറ്റു സ്ഥലങ്ങൾ തേടി പോവുകയാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് ഇടിഞ്ഞിരിക്കുന്നു. ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ ടൂറിസത്തിൽ ഇരുണ്ട കാലമാകും വരാൻ പോകുന്നത്. ഇതിന് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞൊഴിയാനാകില്ല. എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന് ആദ്യം അംഗീകരിക്കണം. നമ്മൾ പിഴവുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കടകളിൽ ഇഡലിയും സാമ്പാറും വിൽക്കുന്നത് ആദ്യം നിർത്തണം. ഞാൻ ഇഡലിക്കും സാമ്പാറിനും ഒന്നും എതിരല്ല. പ്രധാന നിരത്തുകളിലെല്ലാം തന്നെ ഇവ ലഭ്യവുമാണ്. എന്നാൽ ബീച്ചിൽ ഇവ വിൽക്കേണ്ട കാര്യങ്ങളുണ്ടോ? ബീച്ചിൽ വിൽക്കേണ്ട വിഭവങ്ങളൊന്നും തന്നെ അവിടെയില്ല. ഗോവയുടെ പ്രമോഷനാണ് അവിടെ നടക്കേണ്ടത്. ഗോവൻ ഭക്ഷണ വിഭവങ്ങളും വിദേശ ഭക്ഷണങ്ങളും സീ ഫുഡും കോണ്ടിനെന്റൽ ഫുഡും ഒക്കെയാണ് അവിടെ വിൽക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. പ്രാദേശിക സംസ്കാരവും ഭക്ഷണ വിഭവങ്ങളും പ്രദർശിപ്പിക്കാനുള്ളതാണ് ഇവിടെയുള്ള തട്ടുകടകൾ. ഹൈദരാബാദിന്റെയും മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും സംസ്കാരമാണോ നമ്മൾ ഇവിടുത്തെ ബീച്ചുകളിൽ പ്രദർശിപ്പിക്കുന്നത്? ചില തട്ടുകടകൾ ബാക്കിയുള്ളവരുടെ കൂടി പേരും പെരുമയും നശിപ്പിക്കുകയാണ്. ഇവിടുത്തെവരെന്തിനാണ് പുറത്തുനിന്നുള്ളവർക്ക് തട്ടുകടകൾ നൽകുന്നത്? മറ്റ് സംസ്ഥാനക്കാർക്ക് ഇനി കടമുറികൾ നൽകാൻ സമ്മതിക്കുന്നതല്ല. ഇത്തരം കടകളുടെ ലൈസൻസ് റദ്ദാക്കാൻ ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഗോവയിൽ സഞ്ചാരികൾ വരാത്തതെന്ന് ടൂറിസം വകുപ്പും ഇവിടെയുള്ള വ്യാപാരികളുമെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും പഠിക്കുകയും വേണമെന്നും പറയുന്നുണ്ട് MLA. പോയി ശ്രീലങ്കയിലെ ടൂറിസം നോക്കൂ. സാമ്പത്തികമായി ഇന്ത്യയുടെ എത്രയോ താഴെയാണ് ആ രാജ്യമുള്ളത്. ഗോവയിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നതെന്നും മൈക്കൽ ലോബോ പറയുന്നുണ്ട്. ബീച്ചിലെ തെരുവുനായ ശല്യവും പ്രശ്നമായി അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ലോകത്ത് ഏതെങ്കിലും ബീച്ചുകളിൽ തെരുവു നായ്ക്കളെ കാണിക്കാമോ? മൃഗസംരക്ഷണ വകുപ്പിന്റെ ചുമതലയാണതെന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. പഞ്ചായത്തിനാണ് ഉത്തരവാദിത്തമെന്ന് മൃഗവകുപ്പും പറയുന്നു. വിദേശ ടൂറിസ്റ്റുകളെ നായക്കടിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ നാട്ടിലെ ടാക്സിക്കാർ തമ്മിലുള്ള തല്ലും ഒരു പ്രശ്നമാണ്. മറ്റ് രാജ്യങ്ങളിലെല്ലാം ഇതിനെല്ലാം സർക്കാരുകൾ പരിഹാരം കാണുന്നുണ്ട്. നല്ല ഓർമ്മകളുമായാണ് ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് പോകേണ്ടതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗോവയിലെ കലാങ്കുട്ട് MLA ആയ മൈക്കൽ ലോബോ.